തങ്ങൾക്കൊരു കുഞ്ഞും കൂടെ പിറക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത പങ്കുവച്ചവരായിരുന്നു ഷെമിയും ഷെഫിയും. എന്നാൽ പിന്നീട് കുഞ്ഞിന്റെ വിവരങ്ങളൊക്കെ തന്നെയും തിരക്കിയെത്തിയ ആരാധകർക്ക് കേൾക്കാൻ സാധിച്ചത് വലിയൊരു ദുഃഖവാർത്ത തന്നെയായിരുന്നു. പ്രസവത്തിനൊക്കെ വേണ്ടിയിട്ട് 9ാം മാസം ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു വിഷയം ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച രീതി വളരെയധികം മോശമായി എന്നാണ് ഇപ്പോൾ ആരാധകരിൽ പലരും പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വെച്ചുകൊണ്ടായിരുന്നു ഇരുവരും കുഞ്ഞ് മരണപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട്. അത്തരത്തിലുള്ളവരാണ് കുഞ്ഞിന്റെ മരണം പങ്കുവച്ച ഷെഫിയുടെ കമന്റ് ബോക്സുകളിൽ നിറയെ മോശം കമന്റുമായി എത്തിയത്. നിരവധി പേരാണ് വിമർശനങ്ങൾ അറിയിച്ചെത്തിയത്. ഒടുവിൽ ഇതിനൊരു പ്രതികരണം ലഭിച്ചു എന്ന് പറഞ്ഞേ മതിയാകൂ. ഷെമിയും ഷെഫിയും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഒക്കെ തന്നെയും പങ്കുവെക്കുന്ന വീഡിയോകളൊക്കെ തന്നെയും എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററാണ് ഇപ്പോൾ രംഗത്തെത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തതും ഞാനാണ്. പക്ഷേ കുഞ്ഞ് മരിച്ച കാര്യം ഒന്നും തനിക്ക് ഒട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇവരൊക്കെ അറിയാതെ ഞാനാണ് ആ മ്യൂസിക് കുത്തി കയറ്റിയത്. വിമർശിക്കുന്നവർ എന്നെ വിമർശിച്ചോളൂ, അവരൊന്നും ഇതിൽ പങ്കല്ല. ഞാൻ മാത്രമാണ് ഇതിൽ കുറ്റക്കാരൻ എന്നാണ് ഇപ്പോൾ എഡിറ്റർ തന്നെ പറയുന്നത്. അപ്പോഴും നിരവധി പേരാണ് മോശം കമൻറ്റുകളുമായി എത്തിയത്. റീച്ച് കിട്ടാൻ വേണ്ടി കുഞ്ഞിൻ്റെ മരണം വരെ വിൽക്കണമോ എന്ന് ചോദിച്ചുകൊണ്ടും നിരവധി പേരെത്തുന്നുണ്ട്. അതേസമയം എന്തിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരാണ് ഇത്തരം മോശം കമൻറ്റുകൾ രേഖപ്പെടുത്തി എത്തിയത് എന്ന് പറഞ്ഞേ മതിയാകൂ. എഡിറ്ററാണ് മ്യൂസിക് വെച്ചത് എന്നുള്ള കാര്യം കുറ്റസമ്മതം വരെ നടത്തിയതാണ്. ഇനിയും ടി ഫാമിലിയിലെ അംഗങ്ങളായ ഷെമിയെയും ഷെഫിയെയും കുത്തുവാക്കുകൾ കൊണ്ട് വിമർശിക്കാതെ എന്നും ഇവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരാധകർ തന്നെ ഇപ്പോൾ പറയുകയാണ്.